ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഗുരുതരമായ ഭരണപ്രതിസന്ധി നിലനിൽക്കുന്നുവെന്ന ഗവർണറുടെ ശുപാർശ പരിഗണിച്ചാണ് രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നടപടി ജനാധിപത്യത്തിന്റെ കൊലപാതകമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അസമിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രി ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഉത്തരാഖണ്ഡിലെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഭരണപരമായ നിശ്ചലാവസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ കെ പോൾ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. തുടർന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും കേന്ദ്രത്തിന്റെ ശുപാർശ രാഷ്ട്രപതി അംഗീകരിക്കുകയുമായിരുന്നു. ഭരണകക്ഷിയായ കോൺഗ്രസിലെ 9 MLA-മാർ BJP-ക്കൊപ്പം ചേർന്നതോടെയാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്. എന്നാൽ മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ അടക്കം 9 പേരെ സ്പീക്കർ അയോഗ്യരാക്കിയതോടെ സർക്കാർ വിശ്വാസ വോട്ട് നേടാനുള്ള സാഹചര്യവും നിലനിന്നിരുന്നു. അതിനിടയിലാണ് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. അതിനിടെ വിശ്വാസ വോട്ടെടുപ്പിൽ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഹരീഷ് റാവത്ത് പണം വാഗ്ദാനം ചെയ്യുന്ന ദൃശ്യങ്ങളും ഇന്നലെ വിമത MLA-മാർ പുറത്തുവിട്ടിരുന്നു. വിമത MLA-മാരെ സ്പീക്കർ അയോഗ്യരായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ BJP-ക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമായിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അരുണാചൽ പ്രദേശിൽ കണ്ടതിന്റെ തുടർച്ചയാണ് ഉത്തരാഖണ്ഡിൽ സംഭവിക്കുന്നത്. വിഷയത്തെ നിയമപരവും രാഷ്ട്രീയവുമായി നേരിടുമെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. എന്നാൽ ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം അനിവാര്യമാണെന്നായിരുന്നു ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതികരണം. റിപ്പോർട്ടർ, ദില്ലി.